إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഭയം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി ആദരിക്കുമാറാകട്ടെ. ഈ ഭയമില്ലെങ്കിൽ രക്ഷയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത് എപ്പോഴും നമ്മളെ പിന്തുടരും. ഏതാ ഭയം? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. നബിയെ, ആരാണ് വിശ്വാസി എന്നറിയുമോ? വിശ്വാസിയുടെ ഏറ്റവും പ്രഥമമായ പ്രമുഖമായ പ്രധാനമായ ഗുണം എന്താണെന്നറിയുമോ? ഇദാ ദുകിറല്ലാഹ്. അവൻ ഏതെങ്കിലും ഒരു അതിക്രമം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ നാവ് തയ്യാറെടുക്കുമ്പോ അവനോടാരെങ്കിലും പറയുകയാണ്, വേണ്ട മോനെ, അല്ലാഹനെ ഭയന്നുകൊണ്ട് പറയാൻ വരുന്ന നീച വാക്കുകളെ നീ അവസാനിപ്പിക്കുമോനെ എന്നെങ്ങാനും അവന് ഉപദേശം നൽകിയാൽ, അതല്ലെങ്കിൽ അവന്റെ മനസ്സിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഉൾവിളി, എനിക്ക് വേണമെങ്കിൽ എന്റെ അയൽക്കാരനെ ഈ നേരത്ത് ചീത്ത വിളിക്കാം, എന്റെ കുടുംബക്കാരന്റെ മാന്യത തകർക്കാം, എന്റെ കച്ചവടത്തിൽ എനിക്ക് വെള്ളം ചേർക്കാം, അത്തരത്തിൽ ഒരുപാട് പണം പിടിച്ചു പറിക്കാം, ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ കള്ളങ്ങൾ നിർവഹിക്കാം, ഇങ്ങനെ ഒരുപാട് പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഒരുപാട് സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ എന്റെ റബ്ബിത് കാണുന്നുണ്ട് അല്ലാ, എന്റെ റബ്ബിത് കേൾക്കുന്നുണ്ടല്ലോ അല്ലാ, എന്റെ റബ്ബന്റെ പ്രവർത്തികൾ മറയില്ലാതെ വീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലാ എന്ന് തന്റെ മനസ്സിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള വിചാരം മലയടിക്കുന്നതോടുകൂടി ആ അക്രമത്തിൽ നിന്ന് പിന്മാറുന്നു, ആ ദാഹത്തിൽ നിന്ന് മരവിച്ചു മാറുന്നു. വജിലത്ത് ഖുലൂബുഹും. അവന്റെ ഹൃദയം ഭയം കൊണ്ട് നിറയുന്നു. എന്റെ റബ്ബിന്റെ ശിക്ഷ ഇന്നതാണ്, എന്റെ റബ്ബിന്റെ കോപം ഇന്നതാണ്, എന്റെ റബ്ബിന്റെ നരകം ഇന്നതാണ്. അവനാകെ ഭയക്കുന്നു, അവനാകെ വിറക്കുന്നു. ഏതൊരു അതിക്രമത്തിന് വേണ്ടി അവന്റെ മനസ്സും ശരീരവും ദാഹിച്ചുവോ ആ ദാഹത്തിൽ നിന്നവനെ പിന്തിരിപ്പിക്കാൻ ആ ഒരു ഭയം മതിയായിരുന്നു. അതിന് മാത്രം അവന്റെ മനസ്സിനെ